നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഈ സമയത്ത് ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മളെല്ലാവരും തന്നെ, അതായത് പെൻഷൻ വാങ്ങുന്ന, സാമൂഹിക സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്ന എല്ലാവരും വാർഷിക മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. അതിൻ്റെ തീയതികൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇളവുകളോടെ എല്ലാ മാസങ്ങളിലും മസ്റ്ററിംഗ് ഉണ്ട് എന്നൊരു കാര്യം കൂടി എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥലത്തില്ലാത്തത് മൂലമോ മറ്റ് എന്തെങ്കിലുമൊക്കെ അവശതകൾ മൂലമോ ചെയ്യാൻ സാധിക്കാതെ ഇരുന്നവരുണ്ടെങ്കിൽ അവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ എല്ലാ മാസങ്ങളുടെയും 15-ാം തീയതി വരെയൊക്കെ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി സാവകാശം അനുവദിക്കുന്നുണ്ട്. പോർട്ടൽ ആ സമയത്ത് ഓപ്പൺ ആണ് താനും. ആ സമയത്ത് ഈ അക്ഷയ സെൻറ്ററുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഏത് മാസമാണോ ഇത് ചെയ്യുന്നത് അതിനുശേഷം അനുവദിക്കുന്ന പെൻഷൻ തുക നമ്മളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഒരു മസ്റ്ററിംഗ് സംവിധാനമുണ്ട് എന്നൊരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ സമയപരിധി അവസാനിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് ഇനി ചെയ്യാത്തവർക്ക് അക്കൗണ്ട് മരവിച്ച ഒരവസ്ഥയിലായിരിക്കും. അതായത് പെൻഷൻ തുക അനുവദിക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നതല്ല. ഇത് മാത്രമല്ല, തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ആനുകൂല്യം മുടങ്ങിക്കഴിയുമ്പോൾ തന്നെ പിന്നീട് നമുക്ക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിരീകരണം, എന്ത് കാരണത്താലാണ് ഗുണഭോക്താവ് ആനുകൂല്യം വാങ്ങാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിക്കുകയും അവരുടെ പെൻഷൻ അക്കൗണ്ട് റദ്ദ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ എല്ലാ സ്മാർട്ട് ഫോണിലേക്ക്, വാട്സാപ്പിലേക്ക് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് KYC ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യ അറിയിപ്പുകൾ ഈ സമയത്ത് വരുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന മെസ്സേജുകളാണിത്, ഫേക്ക് മെസ്സേജുകളല്ല. പക്ഷേ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നിലവിൽ പ്രവർത്തന സജ്ജമാണെങ്കിൽ ധൃതി പിടിച്ച് KYC ചെയ്യേണ്ട ആവശ്യമില്ല. ആക്റ്റീവായ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഇത് പുതുക്കേണ്ട അല്ലെങ്കിൽ KYC സമർപ്പിക്കേണ്ട ആവശ്യമില്ല. KYC സമർപ്പിക്കാറാകുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് SMS മുഖേന ബാങ്ക് ഉപയോക്താക്കളെ കൃത്യമായിട്ട് ഇത് അറിയിക്കും. ആ സമയത്ത് ബാങ്കിൽ നേരിട്ട് എത്തിച്ചേർന്ന് നമുക്ക് KYC ചെയ്യുന്നതിന് വേണ്ടി, അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ, ആധാർ, പാൻ കാർഡ്, വോട്ടർ ID കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രേഖകളുമായി എത്തിച്ചേർന്ന് KYC അപ്ഡേഷൻ ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഫോണിലേക്ക്, വാട്സപ്പിലേക്ക് ഇത്തരത്തിൽ അറിയിപ്പ് വരുന്നത് നിലവിൽ രാജ്യത്തെമ്പാടും ഉള്ള എല്ലാവർക്കും തന്നെ വാട്സപ്പിലേക്ക് ഇത്തരത്തിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് എല്ലാ ഉടമകൾക്കും ഈ രീതിയിൽ മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മളുടെ അക്കൗണ്ട് മരവിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും KYC ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം KYC പുതുക്കാറാകുമ്പോൾ അപ്ഡേഷൻ വരും. ആ സമയത്ത് ഇത് പൂർത്തിയാക്കിയാൽ മതിയാകും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാർഗ്ഗദീപം സ്കോളർഷിപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 22-ാം തീയതിയോടെയൊക്കെ ഇത് അവസാനിക്കുകയും ചെയ്യും. ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക. 1500 രൂപ വീതമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഒരു വീട്ടിൽ പരമാവധി 2 കുട്ടികൾക്ക് വരെ ഈ സഹായം വിതരണം ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ സ്കോളർഷിപ്പിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവും. അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. ഇതുകൂടാതെ ഒട്ടനവധി രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന് ഭാഗമായിട്ട് നമ്മൾ അപേക്ഷ വെച്ച് നേടേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ കാലതാമസവും ഉണ്ടാകും. അതുകൊണ്ട് എത്രയും വേഗം ഈ രേഖകളെല്ലാം സംഘടിപ്പിക്കുക, അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കുക. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി വിശദമായിട്ട് വീഡിയോകൾ ചെയ്തിരുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് മാതൃവന്ദന യോജനയുടെ ഗുണഭോക്താക്കൾക്ക് വീണ്ടും തുക അനുവദിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയായി. തുക വിതരണം കൃത്യമായിട്ട് ലഭിക്കേണ്ടവർക്കാണ് ഇപ്പോൾ ആനുകൂല്യം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള തുക ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ ഗർഭിണികൾക്ക് ലഭിക്കുന്ന ഒരു സഹായം കൂടിയാണിത്. ആദ്യ പ്രസവത്തിന് പരമാവധി 5000 രൂപ വരെയാണ് ധനസഹായം ലഭിക്കുന്നത്. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നുണ്ട്. അംഗനവാടികൾ വഴിയാണ് ഈ സ്കീമിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.